ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് നല്ലൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ. ചപ്പാത്തിക്കും മറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് വഴണ്ടി വരുന്നതിനായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളീൻ്റെ കളറൊന്നും മാറണ്ട, ലൈറ്റായിട്ടൊന്ന് കുക്കായി വന്നാൽ മതിയാവും. ഉള്ളീൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി ഒരു ട്രാൻസ്ലൂസൻ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 10ഓളം ബീൻസ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്കൊരു 1/2 കപ്പ് ഫ്രോസൺ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ പീസ് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫ്രോസൺ പീസ് ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ഈ കറിയുടെ എരിവിലേക്ക് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല കേട്ടോ ഈ കുറുമയിൽ. അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവ് നമ്മൾ അവസാനം ചേർക്കുന്ന കുരുമുളക് പൊടിയുടെ എരിയാണ് ഈ കറിക്കുള്ളത്. മുളക് പൊടി ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പൊടികളിലേക്ക് പച്ചമണം മാറാനായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വെജിറ്റബിൾസ് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഒരു സമയം എടുക്കും കേട്ടോ ഇത് വെന്ത് വരാനായിട്ട്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൂട്ടും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു 10-15 കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഴുവൻ കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഇത് നോക്കി നമ്മുടെ അരപ്പും തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നോക്കി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ തേങ്ങാക്കൂട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊരല്പം കൂടെ വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/2 കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിയുടെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അവസാനം നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, അപ്പം എന്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണിത്. ഈ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുമ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.